ചലച്ചിത്ര നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയാണോ ഇത്തരം നടപടികളെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചോദിച്ചു. ദർശനം ലഭിക്കാത്തവർ ആരോട് പരാതി പറയുമെന്നും കോടതി ചോദിച്ചു. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാത്രിയാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ദർശനത്തിനിടെ ദിലീപിന് VIP പരിഗണന ലഭിച്ചതാണ് കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് കാരണമായത്. നടപടി ചെറുതായി കാണാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. ഉച്ചയ്ക്ക് വിഷയം പരിഗണിച്ചപ്പോൾ ക്യൂവിൽ എത്ര പേരാണ് നിരന്നിരുന്നതെന്ന് കോടതി ചോദിച്ചു. സ്ത്രീകളും കുട്ടികളുമാണ് ആ സമയം ക്യൂവിലുണ്ടായിരുന്നത്. എന്തിനാണ് അവരെ തടഞ്ഞത്? ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോട് പരാതി പറയുമെന്നും ഹൈക്കോടതി. ഹരിവരാസനത്തിന്റെ സമയത്ത് അവസാനം വരെ നിൽക്കുന്നത് ആർക്കുമുള്ള പ്രിവിലേജ് അല്ല. ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് ഇത്തരം VIP പരിഗണന. പോലീസിന് ഒരു ചുമതലയും നിർവഹിക്കാനില്ലേ എന്ന് ചോദിച്ച കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ദിലീപിനെ കേസിൽ കക്ഷി ചേർക്കുമെന്നും ദേവസ്വം ബെഞ്ച് പറഞ്ഞു. സോപാനത്തെ CCTV ദൃശ്യങ്ങൾ നാളെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 സന്നിധാനം. നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശനത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു പറയുന്നു. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. CCTV ദൃശ്യങ്ങൾ നാളെ നൽകും. ആഭ്യന്തര വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തിയെന്നും മുരാരി ബാബു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരത്തെ ഒരു പ്രതികരണം, ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല. അത് എല്ലാവരും ഭക്തന്മാരെല്ലാം സമാനരാണ് എന്ന തരത്തിൽ അതുവരെയാണ് ഇതുവരെ കാര്യങ്ങൾ നടന്നുപോയത്. പക്ഷേ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ബഹുമാനപ്പെട്ട കോടതി തന്നെ അതൊരു കേസായിട്ട് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ച ഫയൽ ചെയ്യാനായിട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ CCTV ഫുട്ടേജ് ഇതെല്ലാം പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനെ തുടർന്ന് കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അതുപോലെ തുടർന്നുണ്ടാകും.